സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന അറബികൾക്ക് പ്രിയപ്പെട്ട ഒരു കാസർഗോഡുകാരനുണ്ട് ഷാർജയിൽ, ഉസ്താദ് ഭാസു. പ്രിയപ്പെട്ട സംഗീതോപകരണത്തിന് എന്ത് കേടുപാട് പറ്റിയാലും അപശ്രുതിയുണ്ടായാലും പുതിയത് വേണമെങ്കിലും അറബികൾ തേടിയെത്തുന്ന ഭാസ്കരൻ. പുലിക്കോടൻ ഭാസ്കരൻ, പേരുപോലെ തന്നെ വാദ്യകലയിൽ പുലി. കേരളത്തിൽ പിതാവ് കേളു ഭാഗവതർക്കും സഹോദരനുമൊപ്പം വേദികളിൽ നിന്നും വേദികളിലേക്ക് പാട്ടും കച്ചേരിയുമായി പറന്നു നടക്കുമ്പോഴാണ് പുലിക്കോടൻ ഇവിടെ എത്തുന്നത്. 1998 കാൽ നൂറ്റാണ്ട് മുൻപ് കാഞ്ഞങ്ങാട് നിന്നും ഷാർജയിലേക്ക് പറന്നതാണ് ഭാസ്കരേട്ടൻ. ഇവിടെ 98 വന്നത്, 25 വർഷമാവും. ഇവിടെ വേറെ ഷോപ്പിൽ ഞാൻ അവർ വിളിച്ചിട്ട് വന്നതാണ്, മ്യൂസിക് ഷോപ്പിൽ. നമുക്ക് എനിക്ക് ഈ പണിയിൽ അറിയില്ല, അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കയറി വന്നത്. കൊണ്ട് 6 വർഷം വർക്ക് ചെയ്തു ഇവിടെ. എന്നിട്ട് അവിടെ നിന്ന് പണി പറ്റിയാൽ വേറെ ഷോപ്പ് സ്വന്തമായി തുടങ്ങി. സംഗീതോപകരണങ്ങൾ വിൽക്കുന്ന കടയിൽ 6 വർഷത്തോളം ജോലി. കൂടെ തബലയും മറ്റു വാദ്യോപകരണങ്ങളും ആളുകളെ പഠിപ്പിച്ചു. പിന്നെ സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങി. തബലയും മൃദംഗവുമെല്ലാം ട്യൂൺ ചെയ്യും, കേടുപാടുകൾ തീർക്കും. പിന്നെ പുതിയത് ഉണ്ടാക്കി കൊടുക്കാനും തുടങ്ങി. ഇവിടെ ഫുള്ള് റിപ്പയറിങ് സെയിൽ. മുമ്പ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടായിരുന്നു ഇവിടെ. റണ്ണ, ചാസർ, ഈ കൂടുതൽ അറബിക്കാണ് വരുന്നത്. റണ്ണ, ചാസർ, പിന്നെ മുദ്ദേമ, അയ്യാല, മല്ലായ, പിന്നെ അബ്ബാൻ, എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മലയാളീസ് വരും, തബല, മൃദംഗം ഇതെല്ലാം ട്യൂണിങ് ചെയ്ത് കൊടുക്കും. കേരളീയ വാദ്യോപകരണങ്ങളിൽ നിന്നും ക്രമേണ ഭാസ്കരേട്ടൻ ചുവടുമാറ്റി. അറബിക് വാദ്യോപകരണങ്ങളുടെ ദ്രുതതാളവും പെരുമ്പറ പോലത്തെ ശബ്ദവും മനസ്സിലേക്കും ശരീരത്തിലേക്കും കയറി. പിന്നെ ഓരോന്നിനെ അടുത്തറിഞ്ഞു, പഠിച്ചു. മെയിനായിട്ട് വരുന്നത് ഇവരെ ഊത് അറിയും, ഇങ്ങനെ വായിക്കുന്ന സാധനമുണ്ട്. അതിൻ്റെ കൂടെ ഡ്രിങ്ക, ദർബക്ക എന്ന് പറയും, അതാണ് മെയിൻ സാധനം ഇവരെ. പിന്നെ തബല, റണ്ണ, ചാസർ, ദർബക്ക, പിന്നെ എല്ലാ സാധനങ്ങളുണ്ട്. വിവാഹത്തിനും മരണത്തിനും ആഘോഷങ്ങൾക്കുമൊക്കെ അറബികൾക്ക് ഓരോ താളമുണ്ട്. ഇതെല്ലാം അടുത്തറിഞ്ഞു. തബലയ്ക്കും മൃദംഗത്തിനുമൊപ്പം മഹ്സാർ, നൊബ്ബാൻ, അബ്ബാൻ, ഇങ്ങനെ ഓരോന്നും ഭാസ്കരേട്ടനെ തേടിയെത്തി. പതിഞ്ഞ താളവും ഉഗ്രതാളവും ഓരോന്നിലും വിരിഞ്ഞു. ഭാസ്കരൻ ക്രമേണ ഉസ്താദ് ബാസുവായി. ജിന്നിന് പഠിക്കുന്ന സാധനം മസാർ എന്ന് പറയും. ഈ സാധനമാണ്. ഒരു ഭാഗത്ത് മൂരിത്തോലും ഒരു ഭാഗത്ത് ആട്ടും തോലും. അത് ബും ബും ആ ട്യൂണിങ് വരും. പിശാചിനെ അഥവാ ജിന്നിനെ ഓടിക്കാനുള്ള വാദ്യോപകരണമാണ് ഇത്. ഒരു തലയ്ക്കൽ മൂരിത്തോല്, മറുതലയ്ക്കൽ ആട്ടിൻ തോൽ. ഉഗ്രശബ്ദത്തോടെ മഹ്സാർ കൊട്ടിയാണ് അറബികൾ ജിന്നിനെ ഓടിക്കുക. വാദ്യോപകരണങ്ങളുടെ വായനയ്ക്കൊപ്പം ഓരോ ഉപകരണവും ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും പഠിച്ചെടുത്തു ഭാസ്കരൻ. റഹ്മാനി റണ്ണയും റാസും ചാസറുമൊക്കെ അത്ഭുതകരമായ തികവോടെ ഭാസ്കരൻ ഉണ്ടാക്കും. നല്ല കിണ്ണം കാച്ചിയ ശബ്ദം. അതുകൊണ്ട് തന്നെ UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അറബികൾ ഭാസ്കരനെ തേടിയെത്തും. വാദ്യോപകരണങ്ങളുടെ കേടുപാടുകൾ തീർക്കാനും ട്യൂൺ ചെയ്യാനും പുതിയത് നിർമ്മിക്കാനും. നമ്മൾ ഉണ്ടാക്കുന്ന ചാസർ മീഡിയം, പിന്നെ മറുവാസ് ചെറിയ സാധനമുണ്ട്, മറുവാസ്. പിന്നെ മുദേമ തബീൽ വലിയ, അത് മിസൻറ്റോ എന്ന് പറയും, അതുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ സാധനമുണ്ട്, കുർഷിയില്ലേ, ലിവ എന്ന് പറയും, ലിവ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അബ്ബാൻ തബല, ബലൂച്ചി റണ്ണ, ചാസർ, പിന്നെ കാസൂർ എന്ന സാധനമുണ്ട്, ചെറിയ എരിപ്പെട്ടി പോലത്തെ സാധനം, അതുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആടിന്റെയും കാളയുടെയും തോലുകളാണ് പ്രധാനമായും വാദ്യോപകരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അജ്മാനിൽ നിന്നുമാണ് ഇവ വാങ്ങുക. രോമം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെയിലത്തുണക്കിയാണ് നിർമ്മാണം. പിന്നെ PVC നമ്മൾ തന്നെ സ്വന്തം കട്ട് ചെയ്തിട്ടുണ്ടാക്കിയിട്ട്, പിന്നെ മരത്തിൻ്റെ ആവശ്യമില്ല. 1/2 ഇഞ്ച് 1/2 മീറ്റർ അങ്ങനെ കട്ട് ചെയ്യും. PVC ഒരു ഫൂട്ടിൽ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇതിന് മരത്തിൻ്റെ ആവശ്യം വരുന്നില്ല. വാദ്യോപകരണങ്ങളുടെ അറ്റകുറ്റപ്പണിക്കും പുതിയതുണ്ടാക്കാനും ഏറ്റവും കൂടുതൽ പേരെത്തുന്നത് UAE-യിലെ മറ്റ് എമിറേറ്റുകളിൽ നിന്നുമാണ്. ഒമാനിൽ നിന്നും നിരവധി അറബികൾ ഭാസ്കരനെ തേടി എത്താറുണ്ട്.
ഉസ്താദ് ബാസു എന്ന ഓമനപ്പേരും അവരുടെ സ്നേഹ സമ്മാനമാണ്. അറബിക് വാദ്യോപകരണങ്ങളുടെ പ്രത്യേകതയും താളത്തിന്റെ അർത്ഥവുമെല്ലാം ഇപ്പോൾ ഉസ്താദ് ബാസുവിന് മനഃപ്പാഠം. ഒരിക്കൽ ഷാർജ ഭരണാധികാരിയുടെ അനുമോദനം ഏറ്റുവാങ്ങാനും ഭാസ്കരന് ഭാഗ്യമുണ്ടായി. ഷാർജ കൾച്ചറൽ സെന്ററിൽ പരിപാടി അവതരിപ്പിച്ചപ്പോഴായിരുന്നു ഭരണാധികാരിയുടെ അനുമോദനം. വാദ്യകലയോടുള്ള അടങ്ങാത്ത ഇഷ്ടം കൊണ്ട് മാത്രം സംഗീതത്തിന്റെ സ്വർഗലോകത്തെത്തിയതാണ് ഭാസ്കരൻ. ഭാര്യ ദാക്ഷായണി നൃത്താധ്യാപിക. മക്കളായ മഞ്ജരിയും ബിലഹരിയും പാട്ടും കലാപ്രകടനങ്ങളുമായി നാട്ടിൽ. നാലു വർഷം മുൻപാണ് ഭാസ്കരേട്ടന്റെ കുടുംബം നാട്ടിലേക്ക് മടങ്ങിയത്. ഇപ്പോൾ നിഴലുപോലെ കൂടെയുണ്ട് പാകിസ്ഥാൻ സ്വദേശിയായ ഗുലാം ജാസിം. ദിവസവും ഈ വാദ്യോപകരണങ്ങളുടെ താളം കേട്ട് അവയെ തലോടി ശ്രുതിഭംഗം മാറ്റിയില്ലെങ്കിൽ ഭാസ്കരന് ഉറക്കം വരില്ല.